ചെയ്യപ്പെടുന്ന വിഷയം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും സമൂഹത്തിനും ഉപകാരപ്രദമാവുന്ന ഒരു വിഷയമാണ് അവിഹിത ബന്ധം. അവിഹിത ബന്ധം എങ്ങനെ വിജയകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ അവിഹിത ബന്ധങ്ങൾ മുഴുവൻ വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയുമാണ്. അപ്പോൾ ഇത് ഭാര്യ കാണുമോ ഭർത്താവ് കാണുമോ എന്നൊക്കെ ഉള്ള ഭയമാണ് നമ്മളെ അകാല മരണത്തിലേക്ക് നയിക്കുന്നത്. അവിഹിത ബന്ധം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. നമുക്ക് 1, 2, 3, 4 ഒക്കെ അവിഹിതങ്ങൾ ഇരു ചെവി അറിയാതെ തമ്മിൽ ബന്ധപ്പെടാതെ ഇതുവരെ പിടിക്കപ്പെടാതെ വിജയിച്ചവരിൽ പഠനം നടത്തി കണ്ടെത്തിയ വിവരങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകുന്നത്. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അവിഹിത ബന്ധം. ഒരു പങ്കാളി മാത്രം ഉള്ളപ്പോൾ നമുക്ക് മടുക്കും, മനുഷ്യനായ മടുക്കും. ആ മടുപ്പ് മാറ്റി എൻജോയ് ചെയ്ത് ജീവിക്കുന്നതിന് വേണ്ടി അതിബുദ്ധിയും സാമർഥ്യവും നൈപുണ്യവും ഒക്കെ വേണ്ടുന്ന ഒരു കാര്യമാണ് അവിഹിത ബന്ധം. ഈ ഞാൻ പറയുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്ത് നിങ്ങൾ അത് ജീവിതത്തിൽ പകർത്തി നല്ല അവിഹിത ബന്ധങ്ങളിലൂടെ പല കുടുംബങ്ങളും തകർത്ത് മാനസികമായി ചിരിച്ചുകൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കാത്ത വിധത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നേടി ജീവിക്കാൻ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം, ക്രേസി പ്യാരി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ മനോഹരമായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ യുവജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? ഇതിന് കേരളം ചുരുക്കുന്നത് ഇന്ത്യ ആയിക്കോട്ടെ. ഇന്ത്യയിലെ യുവജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? ഈ സമൂഹം എന്താണ് ചർച്ച ചെയ്യുന്നത്? അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുകയാണ്. അതേ ഒരു ചേട്ടൻ പറഞ്ഞിട്ട് നമുക്ക് അയാളോട് ചോദിക്കാം. പേരെന്താണ്? ബാപ്പു. നല്ല അസല് പേര്. അപ്പൊ ബാപ്പുവിനോടാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. പ്യാരി ക്രേസി യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് താല്പര്യമുള്ള നമുക്ക് ഇഷ്ടമുള്ള സ്ത്രീകളെ കണ്ടാൽ ചേട്ടൻ ആദ്യം എങ്ങോട്ടായിരിക്കും നോക്കുന്നത്? അതെ പറഞ്ഞോളൂ, മനസ്സോർന്ന് പറഞ്ഞോളൂ. അയ്യോ അല്ല, നമ്മൾ എവിടെ നോക്കും അതാണ് പറയേണ്ടത്. നമ്മൾ എവിടെയാണ് ആദ്യം? ചേട്ടന്റെ കള്ളച്ചിരി കണ്ടോ? ചേട്ടനെ അറിയാം, അതാണ് നമുക്ക് വേണ്ടത്. പറയൂ. മറുപടി ഉണ്ട്, മുഖത്തുണ്ട് മറുപടി. ചേട്ടൻ പറയൂ, കാണട്ടെ. ആ ചേട്ടന് നാണമുണ്ട്. ചേട്ടനെ പറയിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ. മറിമായം